ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടിഫിൻ സാമ്പാറിന്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ എൻ്റെ മദർ ഇൻ ലോന്റെ അടുത്തു നിന്നാണ് പഠിച്ചത്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഡെയിലി ഇഡ്ഡലി ഓർ ദോശയ്ക്കൊക്കെ ഈ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുക. ഇത് നല്ല സ്വാദാണ്, പെട്ടെന്ന് ഉണ്ടാക്കി തീരുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഈ സാമ്പാർ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറുപരിപ്പാണ്, അതായത് മൂങ് ദാല്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറുപരിപ്പ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 4 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു മീഡിയം തക്കാളി, പിന്നെ ഇതിന് ആവശ്യമുള്ള പച്ചക്കറികള്. ഈ ടിഫിൻ സാമ്പാറിന് ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമേ ആകെ കൂടി ചേർക്കുള്ളൂ പച്ചക്കറികളായിട്ട്. അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ക്യൂബ്സായി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഈ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ പൊങ്ങാണ്ടിരിക്കാനായിട്ട് കുറച്ച് എണ്ണയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു 4 വിസിൽ വരെ നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഈ സാധനങ്ങളൊക്കെ കുക്കറിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ടും നമുക്ക് വേവിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിനുവേണ്ടി ഒരു പാനിൽ എണ്ണ ചൂടായതിനു ശേഷം കടുക്, ജീരകം, ഒരു 2 ചുമന്ന മുളക്, പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ഈ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ചേർക്കാം, സ്വാദ് കൂടും. എന്നിട്ട് ഈ സവാള നല്ലോണം ഒന്ന് ബ്രൗൺ ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ്. ഈ സാമ്പാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ എരിവോ അല്ലെങ്കിൽ കൂടുതൽ സാമ്പാർ പൊടിയുടെ ഒരു കുത്തോ അധികമൊന്നും ഇല്ലാത്തൊരു സാമ്പാറാണ്. വളരെ ഒരു ലൈറ്റ് സാമ്പാറാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ സാമ്പാർ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഞാൻ ആകെ കൂടി 1 ടേബിൾ സ്പൂണേ ചേർക്കണുള്ളൂ. ഇവിടെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം സാമ്പാർ പൊടി ചേർക്കാൻ. പൊടി ചേർത്ത് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത ഉടനെ നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം ചേർക്കാം, പൊടി അടി പിടിക്കാണ്ടോ കരിയാണ്ടിരിക്കാനായിട്ട്. നമുക്ക് അടുത്തത് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറികളൊക്കെ ചേർക്കാം. പരിപ്പ് ചേർത്ത് കുറച്ച് നല്ലോണം വെള്ളവും ചേർക്കാം. ഈ ഒരു സാമ്പാർ കുറച്ച് വാട്ടറി ആണ്, കട്ടിയായിട്ടുള്ള സാമ്പാറല്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഏകദേശം 2 കപ്പ് എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടുണ്ട്. സാമ്പാറിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഇത് ഒരു 5 to 6 മിനിറ്റ്സ് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ സാമ്പാർ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് ഇത് ഓഫ് ചെയ്യാം. നമ്മളുടെ ടിഫിൻ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു വ്യത്യസ്തമായ ടിഫിൻ സാമ്പാർ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഒരു സാമ്പാറിന്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചോറിന്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാർ റെസിപ്പിയാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഡിഫറെന്റ് ആയിരിക്കും. ഇത് ഇഡ്ഡലി, ദോശ, പൊങ്കലിന്റെ ഒക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.